നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. മലയാളത്തിലെ യുവതാരങ്ങളിലെ സൂപ്പർ സ്റ്റാറുകളാണ് ദുൽഖർ സൽമാനും നിവിൻ പോളിയും. ആരാണ് മെച്ചമെന്ന് ചോദിക്കാതിരിക്കുകയാണ് നല്ലത്. അത്രയ്ക്കാണ് രണ്ടുപേരുടെയും ഹിറ്റുകളും ഫാൻ ബേസും. ശരിക്കും യുവതലമുറയുടെ രോമാഞ്ചങ്ങളാണ് ഇരുവരും. രണ്ടുപേരും ഒരുമിച്ചുള്ള ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ ആരാധകർ ശരിക്കും ആഘോഷമാക്കിയിരുന്നു. എന്ന് കരുതി ദുൽഖർ നിവിൻ പോളിയെ അനുകരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ ദുൽഖറിന്റെ ആരാധകർക്ക് കഴിയില്ല. സോഷ്യൽ മീഡിയയിലെ ചില സിനിമാ ഗ്രൂപ്പുകളിലാണ് ചർച്ച കൊഴുക്കുന്നത്. എന്നാൽ ഇത് കോപ്പിയടിയും അനുകരണവും ഒന്നുമല്ല എന്ന് പറയുന്നവരാണ് കൂടുതൽ. എങ്കിൽ പോലും നമുക്ക് വെറുതെ ഒന്ന് നോക്കാവുന്നതാണ് ആ ഒരു സിമിലാരിറ്റീസ്. ജേക്കബിന്റെ സ്വർഗരാജ്യം കണ്ടവർ പിന്നെ ജോമോന്റെ സുവിശേഷം കാണേണ്ട എന്നാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞു നടക്കുന്നത്. ഇവിടെ തുടങ്ങിയതാണ് താരതമ്യം. ആദ്യം ഇറങ്ങിയത് നിവിന്റെ ജേക്കബിന്റെ സ്വർഗരാജ്യമായിരുന്നു. പ്രേമത്തിലെ നിവിൻ പോളിയുടെ താടിവെച്ച ലുക്കിന് ആരാധകർ നിരവധിയായിരുന്നു. ശരിക്കും ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു പ്രേമം സിനിമ. തൊട്ടു പിന്നാലെ ദുൽഖർ സൽമാനും താടി വെച്ച് അഭിനയിച്ചു. ചിത്രം ഏതെന്ന് പറയാതെ തന്നെ ആരാധകർക്ക് മനസ്സിലായിട്ടുണ്ടാകും ചാർലി. പടം സൂപ്പർ ഹിറ്റായി ദുൽഖറിന് അവാർഡും കിട്ടി. ഇനി നമുക്ക് മീശയിലേക്ക് വരാം. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലാണ് നിവിൻ പോളി കട്ട മീശ വെച്ച് അഭിനയിച്ചത്. അത് കണ്ടാൽ ദുൽഖർ സൽമാൻ വിടുമോ? കമ്മട്ടിപ്പാടത്തിലെ ദുൽഖറിനും കട്ടിമീശയായിരുന്നു. രണ്ടു പടങ്ങളും എന്തായാലും ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നു. സഖാവ് എന്നാണ് നിവിൻ പോളിയുടെ പുതിയ ചിത്രത്തിന് പേര്. ദുൽഖറും ഒട്ടും കുറച്ചില്ല. അടുത്ത ചിത്രത്തിൽ ദുൽഖറും സഖാവാവുകയാണ്, അതും അമേരിക്കയിലെ സഖാവ്. ദുൽഖറിന്റേതായി ഇറങ്ങാനിരിക്കുന്ന പുതിയ ചിത്രം കോമ്രേഡ് ഇൻ അമേരിക്കയെ കുറിച്ചാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇരുവരും തമ്മിലുള്ള താരതമ്യങ്ങളും കോപ്പി അടിച്ചോ ഇല്ലയോ എന്നതു സംബന്ധിച്ചുള്ള ചർച്ചകളും കൊഴുക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.